എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡ്രാമയെക്കുറിച്ചല്ല പറയുന്നത്. ഇതൊരു കൊറിയൻ മൂവിയാണ്. ഞാൻ ഈ മൂവിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, കുഞ്ഞിലെ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരു സുഹൃത്ത് പെട്ടെന്ന് നമ്മൾ കൺമുമ്പിൽ വെച്ച് നഷ്ടപ്പെടുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥ വളരെ ഭീകരമാണ്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഫേസ് ചെയ്യാൻ ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനായിരിക്കും. നമ്മൾ മാനസികമായി ഒരുപാട് തകർന്നു പോകുന്നൊരു സാഹചര്യമായിരിക്കും. ആ ഫ്രണ്ടിനെ രക്ഷപ്പെടുത്താൻ പറ്റാതെ നമ്മൾ ജീവൻ സ്വയം രക്ഷപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ അവരുടെ മരണം നേരിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവരെല്ലാവരും ഒറ്റ സുഹൃത്തുക്കളാണ്. കുഞ്ഞിലേ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്ന സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇവരൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോവാണ്. ഇവൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഒരു DJ ആവണമെന്നാണ്. ഇവൻ്റെ ഫേവറേറ്റ് DJയുടെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യണം, അവനെ കാണണം എന്നൊക്കെയുള്ളത് ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇവരെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവുകയും ആ ഒരു അപകടത്തിൽ അവൻ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇവന് അവനെ രക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ബസ് ആക്സിഡൻറ്റിൽ ഇവൻ്റെ കാലിന് നല്ല ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു കമ്പി കുത്തി കയറിയത് കാരണം അവനെ ആ ബസ്സിൽ നിന്നും പുറത്ത് എത്തിക്കാനായിട്ട് ഇവനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻ പലതവണ ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ലായിരുന്നു. ഇവൻ്റെ ഫ്രണ്ട് അവനെ പറഞ്ഞു വിടുകയാണ്. എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് പുറത്തു നിന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അവനറിയാം ഇവനെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇവനെ എങ്ങനെയെങ്കിലും ഈ ബസ്സിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ടും അവൻ അവിടെ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. ആ കുറ്റബോധം ഇപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ട്. അവനെ അവിടെ വിട്ടിട്ട് പോയതിൻ്റെ ഒരു സങ്കടം. കാരണം അവനെ എന്തൊക്കെ ചെയ്താലും രക്ഷിക്കാൻ പറ്റില്ല. ആ ബസ് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എപ്പോൾ വേണമെങ്കിലും ബ്ലാസ്റ്റ് ആവാം എന്നുള്ള സിറ്റുവേഷനായിരുന്നു. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവൻ്റെ ഫ്രണ്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അവനെ ഇവിടെ നിന്ന് പുറത്തയച്ചത്. അവനത് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൻ അത് പുറത്ത് പോയതിൻ്റെ ആ ഒരു സങ്കടം എല്ലാം അവൻ ലൈഫ് ലോങ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ലാസ്റ്റ് തീരുമാനിക്കുകയാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ആ DJ കാണാൻ പോവുകയും ആ DJയുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ പയ്യൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവനൊരു ടോയ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫേസ് കട്ടുള്ളൊരു ടോയാണ് അത്. അവരവിടെ ഒരു ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ആ ടോയ് അതിൻ്റെ അകത്ത് പെട്ടിട്ട് പോകുന്നുണ്ടെങ്കിലും ആദ്യം ഇവരെല്ലാവരും ആ ടോയ് അവിടെ ഉപേക്ഷിച്ച് പുറത്ത് പോകുന്നുണ്ടെങ്കിലും പിന്നെ അവർക്ക് അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സ് വരാതെ ഇവരെല്ലാം തിരിച്ചു പോയിട്ട് ആ ടോയും കൊണ്ട് പുറത്ത് വരികയാണ്. അവരെ ജീവൻ പോയാലും ആ ടോയിനെ അവിടെ ഇട്ടിട്ട് വരില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവർ അതിനെയും കൊണ്ട് പുറത്ത് പോവുകയാണ്. കാരണം ആ ടോയിനെ അവൻ്റെ ഫ്രണ്ടായിട്ടാണ് അവർ കാണുന്നത്. അവൻ്റെ മുഖമാണ് ആ ഒരു ഡോളിനുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവനെ അവിടെ ഒന്ന് ഉപേക്ഷിച്ച് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരെ ജീവൻ പണയം വെച്ച് അവിടെ നിന്ന് അവരെ ആ ഒരു ഡോളിനെ രക്ഷപ്പെടുത്തി പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു ഇമോഷണലായിട്ടുള്ള മൂവ്മെൻ്റാണ് അവിടെ നടക്കുന്നത്. കാരണം എല്ലാവരും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട് അവനെ ഓർത്തിട്ട്. അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.